പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്.
അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. മത്തായി 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിന് സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെയൊക്കെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം. അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താ? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക. ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം ബാധിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിനെ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആഹ്ലാദിച്ചുല്ലസിക്ക് വേണ്ടി. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം. കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും